മലപ്പുറം ജില്ലക്ക് അഭിമാനം, കേരളത്തിന് അഭിമാനം. പിന്നെ ഹഷ്മിൽ ഹുദവി അല്ലേ? അതെ. ഈ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 382 എന്ന ഒരു നല്ല റാങ്കിൽ ക്രാക്ക് ചെയ്തിട്ട് പിന്നെ വലിയൊരു അഭിനന്ദനം, സന്തോഷം, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാട്ടോ മൂന്നിയൂരല്ലേ? മൂന്നിയൂരുള്ളത്. സന്തോഷം. ആദ്യം തന്നെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, ആദ്യം അതും പരിചയപ്പെടുത്തൽ എനിക്ക് ആവശ്യമുണ്ട്. ഇതൊരു മുനീർ ഹുദവി തന്നെയാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. ഷാജി മാഷുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ 2 ദിവസം മുന്നേ സംസാരിച്ചിട്ടുള്ളൂ, ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ ഉദവിമാർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ, ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ച് സംസാരിച്ചൊരു വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളുടെ റിസൾട്ട് വരുന്നതിൻ്റെ ഒരു ദിവസം 2 ദിവസം മുന്നേ ആയിരിക്കും മുനീറിനോട് സംസാരിച്ച് ഇങ്ങനെ ഒരു പിന്നെ ഇത്തരത്തിലുള്ളൊരു മിക്സഡ് എഡ്യൂക്കേഷൻ നടത്തുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ കഴിവാണ്. അങ്ങനെ ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നിങ്ങൾ പല മേഖലയിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നല്ല നല്ല ഹയർ എഡ്യൂക്കേഷൻ നേടുന്ന ആളുകൾ, സമൂഹത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നേടുന്നവരൊക്കെ ഇങ്ങനെ ഈ ഹുദവി എഡ്യൂക്കേഷൻ മാത്രമല്ല, അതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾ സ്പെഷ്യൽ കഴിവുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് താങ്കൾ. ഓക്കെ, താങ്കളിലേക്ക് വരുന്നു. അതിന് തന്നെ സന്തോഷം. ഇത്ര ഉയർന്ന റാങ്ക് കിട്ടിയിട്ട് IAS ശരിക്കും ആ ഒരു സർവീസിലേക്ക് പോകുന്നതിന് പകരം താല്പര്യം ഫോറിൻ സർവീസാന്ന് പറഞ്ഞു. അതെന്താണ് അതിൻ്റെ റീസൺ? അല്ല, ഞാൻ ഈ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്നുള്ളത് ഇന്റർനാഷണൽ റിലേഷൻസും ഫോറിൻ പോളിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ UPSC 2023 പഠിക്കണം ആഗ്രഹം വരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങി തന്നെ ഒരു ഫോറിൻ പോളിസി എന്ന ലക്ഷ്യത്തിലാണ്. അല്ലെങ്കിൽ മേലിൽ IAS അപ്പുറത്ത് അപ്പോൾ IFS ആയിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് IFS ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട്, കാരണം നമുക്ക് അതിൽ പ്രാക്ടിക്കലി വർക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി എന്നുള്ള UPSC ക്ലിയർ ചെയ്തിട്ട് IFS ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് അങ്ങനെ അതിൽ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പം ആ ഒരു റിയലൈസേഷൻ ഉണ്ടായതുകൊണ്ടാണ് IFSലേക്ക് പഠിച്ചതൊക്കെ. ഞാൻ പഠിച്ചത് പ്രധാനമായിട്ട് ഞാൻ പഠിച്ചത് ദാറുദയിൽ തന്നെയാണ്. 12 വർഷത്തെ പഠനകാലം ദാറുദയിലായിരുന്നു. അതിന്റെ കൂടെ SLC അതുപോലെ +2 ഒക്കെ ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS എന്നാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഗ്രാജുവേഷന് ഡിസ്റ്റൻസ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്നായിരുന്നു. പിന്നെ ദാറുദയിലെ പഠനം 2023 കഴിഞ്ഞ് 2023 തന്നെ അന്ന് കുനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒരു IAS എക്സാം ഒരു പ്രൈവറ്റ് ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് കുനിയയിൽ. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ബാച്ചായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഏകദേശം 60ഓളം കുട്ടികളുണ്ട്. സ്കോളർഷിപ്പോട് കൂടി ഫുള്ളി ഫണ്ടഡ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടി. പിന്നെ 2024 അറ്റംപ്റ്റ് കൊടുത്ത്, ഞാൻ അറ്റംപ്റ്റ് കൊടുത്തതിന് ശേഷം തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് ഈ JNUവിൻ്റെ CUT എക്സാം എഴുതി അതിന് JNUവിൽ അഡ്മിഷൻ എടുത്ത്. അപ്പോൾ ഇപ്പോൾ JNUവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കത്തായിരുന്നു രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുത്ത്. സിവിൽ സർവീസും താല്പര്യം നേരത്തെ ഉണ്ടോ അല്ലെങ്കിൽ ഈ അടുത്ത് ഉണ്ടായൊരു സംഭവമാണ്? സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായില്ല ചെറുപ്പത്തിലെ. പക്ഷെ എൻ്റെ കേസിൽ സത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിവിൽ സർവീസിനുള്ള ഒരു ആഗ്രഹം വരുന്നത് 2023 കാരണം ഞാൻ പറഞ്ഞത് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഫോറിൻ പോളിസിനോട് ഇതിനോട് താല്പര്യം വരുന്നതും. അപ്പോൾ അതിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു അന്വേഷണത്തിലാണ് UPSC ആയിരിക്കും അതിലേക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുള്ള മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തത്. 2023 ഒരു ജൂണോ ജൂലൈ അങ്ങനെയൊക്കെ പറയാം. പൊതുവെ ഇപ്പോൾ പാരൻസിനോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംഗതി താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. SLC +2 ഒരു A+ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാൽ പാരൻസ് വളരെയധികം സങ്കടം, എന്തോ വലിയ നഷ്ടം സംഭവിച്ചു. കുട്ടികൾ അതിനേക്കാളും ഇപ്പോൾ ഈ കൗൺസിലിംഗ് സെൻ്ററുകളിലൊക്കെ ഒരുപാട് നമ്മളെ പരിചയമുള്ള ആൾ പറയുന്നുണ്ട്, സൈക്കോളജിസ്റ്റുമാർ, ഇത്തരം കുട്ടികൾ ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രഷേഡാണ്, എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇനി ഒന്നും ഭാവിയിലേക്ക് എല്ലാം തടസ്സം വന്നു. എന്താ അതിനെ പറഞ്ഞു കൊടുക്കാറ്? അല്ല, ഞാൻ എല്ലാത്തിനും മാർക്കിന്റെ ഒരു മെഷറിലൂടെ അളക്കുന്നതിൽ വലിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം കുട്ടികൾ പലരും പല ഡിഫറെൻറ്റ് രീതിയിൽ അബിലിറ്റി ഉള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാതെ വെറും മാർക്കിൽ ഫുൾ A+ കിട്ടുന്നതിന് മാത്രം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സൊസൈറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുള്ളത്. പിന്നെ നമ്മൾ UPSC എന്നുള്ള നിലക്ക് മാത്രം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ UPSC ഒരിക്കലും നിങ്ങളെ മുമ്പത്തെ ഒരു സ്റ്റഡി അച്ചീവ്മെന്റിന് അത് ഒരിക്കലും ഒരു വലിയൊരു ഒരു മെഷറല്ല നിങ്ങൾ അളക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഇന്റർവ്യൂ ഒരിക്കലും അല്ല. നമുക്ക് മിനിമം ക്വാളിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അതിലും എവിടെ നിങ്ങൾ ഫുൾ A+ ആയ ആളുകൾക്ക് ഇന്റർവ്യൂവിൽ ഇത്ര മാർക്ക് ഉണ്ടെന്ന് എവിടെയും പറയുന്നില്ല. അപ്പം ഇന്റർവ്യൂവിൽ നമ്മൾ ആ ഒരു അരമണിക്കൂറിൽ നമ്മളെ പേഴ്സണാലിറ്റി അവർ കൃത്യമായിട്ട് അസസ് ചെയ്യും. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, ഒരിക്കലും നോളജ് ടെസ്റ്റ് അല്ല. നോളജ് പഠിക്കണം, അതിന് UPSCൻ്റെതായിട്ടുള്ള സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസിന്റെ രീതിയിൽ ആ ഡിമാൻഡ് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്മാർട്ടായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്താൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ തന്നെ ഉള്ളൂ. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് സീറ്റ് 1000 സീറ്റ് ഉള്ളൂ. അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ 1000 ആളുകൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ഒരു റിയാലിറ്റി അതാണ്. 1000 ആളുകൾക്ക് പാസ്സാകാൻ കഴിയുള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് ബാക്കിയുള്ളൊന്നും എഫേർട്ട് ഇട്ടില്ല എന്നുള്ളതല്ല. അപ്പോൾ അതും കൂടി ഇതിന്റെ ഒരു റിയാലിറ്റി ആയിട്ട് മനസ്സിലായി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബ്രേക്ക് ആയി നഷ്ടപ്പെട്ടു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇന്റർവ്യൂ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിൽ ഇതിൽ ഫൈനലിസ്റ്റിൽ എത്തിയില്ലെങ്കിൽ പിന്നെയുള്ള റിയാലിറ്റി പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങണം ആദ്യം മുതൽ. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ എത്തി എന്നുള്ളത് രണ്ടാമത്തേൽ ഒരിക്കലും എന്തല്ല നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ചോദ്യം പറഞ്ഞു കൊടുക്കാം ഇന്റർവ്യൂവിൽ പ്രാവശ്യം
നിങ്ങൾ കുഴക്കിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും സംഭവം പെട്ടെന്ന് ആൻസർ ചെയ്തത്? വെറുതെ ഈ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. കുഴക്കിയ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇപ്പോൾ രസകരമായ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് എല്ലാവരോടും ഇപ്പോൾ നമ്മൾ പേര് കുറച്ച് യൂണീക്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പേര് അശ്മിൽ എന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഓൽക്ക് അതിൻ്റെ അർത്ഥം ഓൽക്ക് ചിന്തിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അശ്മിൽ ആ പേര് എവിടെ നിന്നാണ് വരുന്നുള്ള. അപ്പോൾ അതൊരു വളരെ ബേസിക് ആയ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാതെ പോയിട്ട് അപ്പോൾ അതാണ് ചോദ്യം. അതാണ് അതാണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾ അതിന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്വന്തം പേരിന്റെ അർത്ഥം പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനെ നോക്കി പോയിരുന്ന ഇതിന്റെ പേരിന്റെ അർത്ഥം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഉത്തരം പറയാൻ പറ്റും. പിന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അവർ ഇന്ത്യൻ ഡെമോക്രസിയെ വിശദീകരിക്കാൻ പറയും. അപ്പോൾ നമ്മൾ വെറുതെ ഇന്ത്യയിൽ ഡെമോക്രസി ഉണ്ട് പറഞ്ഞിട്ട് അതിന് ഒഴിഞ്ഞു മാറാതെ അതിന് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതിൻ്റെ കൂടെ ഡെമോക്രസിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ പറയണം. അല്ലാതെ നമ്മൾ അവരെന്ത് വിചാരിക്കുമെന്നുള്ള എന്ത് ചെയ്യരുത്, ഒഴിഞ്ഞു മാറരുത്. അപ്പോൾ ഒരു ചെക്ക് ചെയ്യുന്ന നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അറിയില്ല, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും ഞാൻ സാർ എനിക്ക് അറിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അറിയില്ല എന്നുള്ളതിനായിരിക്കും അവിടെ മാർക്ക് കിട്ടാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ ഇത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അല്ല. ഓക്കെ, ഗ്രേറ്റ്. സന്തോഷം. കൂടുതൽ നീട്ടുന്നില്ല. ഇനി ആദ്യം പറഞ്ഞ ഒരു ചോദ്യം ഫസ്റ്റ് തുടങ്ങിയോടുന്നത് എന്തുകൊണ്ടാണ് ഈ ഹുദവി അല്ലെങ്കിൽ അത്തരം കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞൊരു ക്വാളിറ്റി അതെന്തായിരിക്കും? നിങ്ങളുടെ സിലബസ് അങ്ങനെ ചെയ്തു വെച്ചതാണോ, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് വിവിധ മേഖലയിൽ ഇടപെടാനുള്ള ഒരു അവസരമുണ്ട്, അങ്ങനത്തെ ഒരു സിലബസ് ആണ്? എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കൾ ദാറുൽ പഠിച്ചാണല്ലോ, ഒരുപാട് ദാറുൽ ഹുദവി പഠിച്ച സ്റ്റുഡൻസ് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ? ഞാൻ അതിനൊരു നോക്കി കാണുന്നത് പറയുന്നുണ്ടെങ്കിൽ ദാറുദിൻ്റെ ഒരു ഒന്നാമതിൻ്റെ സിലബസ് സ്ട്രക്ചർ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ സിലബസ് സ്ട്രക്ചർ വളരെ ഡിഫറെൻറ്റ് വൈഡ് വെറൈറ്റി ഓഫ് വിഷയങ്ങൾ പഠിക്കാണ്ട്. അപ്പോൾ ഞാനതിൽ UPSC താരതമ്യം ചെയ്ത് പറയില്ല, പക്ഷേ നമ്മൾ UPSC പഠിക്കുന്ന സമയത്ത് വൈഡ് വെറൈറ്റി ഓഫ് വിഷയങ്ങൾ പഠിക്കാണ്ട്. അപ്പോൾ ഒരു ഫൗണ്ടേഷനായിട്ടുള്ള സംഭവം ചിലപ്പോൾ നമുക്ക് ഈ ദാറുദിയുടെ പഠനകാലത്ത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യല്ല, പക്ഷേ അതായിരിക്കും ഒരു ബേസ് വെച്ചിട്ടുണ്ടാവും. രണ്ടാമത് അവിടുത്തെ ഭാഷ പഠനം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ 4 ഭാഷയെങ്കിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ഹിന്ദിയും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ 5 ഭാഷ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 5 ഭാഷ പഠിക്കുമ്പോൾ ഈ ഭാഷ പഠിക്കുന്നത് ഒരു നിലക്ക് ഭാഷ എന്നുള്ള നിലക്കുള്ള ഒരു വൈജ്ഞാനിക അങ്ങനത്തെ ഒരു ഉപകാരമുണ്ട്. രണ്ടാമത് ഈ ഭാഷൻ്റെ വേറൊരു നമ്മൾ അത്ര എക്സ്പ്ലിസിറ്റ് അല്ലാത്തൊരു ഉപകാരം എന്നുള്ളത് നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റ് ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മൾട്ടിലിംഗ്വൽ ആവുക എന്നുള്ളത് ഒരു നിലയ്ക്ക് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ബാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലക്ക് നമുക്ക് വേണമെങ്കിൽ കാണാം. മൂന്നാമത്തെ അവിടുത്തെ ഒരു ലൈബ്രറി ഫെസിലിറ്റി ആവട്ടെ, മെൻറ്റർഷിപ്പ് ആവട്ടെ, ഈ നിലക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ സംഭവത്തിന് നോക്കി കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ആ ചോദ്യം. ഓക്കെ, സന്തോഷം. നീട്ടുന്നില്ല. എന്താണ് ഹുദവി? ഈ ഹുദവിക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് പറയുന്നു സുഹൃത്താള? എന്ത് തോന്നുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ദാറുൽ ഹുദ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മെയിൻസ് പാസ്സായിട്ടുണ്ട്, അതേപോലെ പ്രിലി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ പാസ്സാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് പാസ്സായത് ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അശ്മിലാണ്. അത് മുന്നേ കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ നേരിട്ടും അല്ലാതൊക്കെ വന്നിട്ട് അശ്മിലിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എല്ലാ മേഖലയിലും ഉണ്ടാവും, പക്ഷേ ഈ ഒരു സിവിൽ സർവീസ് UPSC ഇങ്ങനെ പാസ്സാകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിലൊരു ആഡഡ് കാര്യം കൂടി പറയാം. അപ്പോൾ മുനീർ സാർ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ഇത് തയ്യാറായിട്ടുണ്ട്. അപ്പം അവരുടെ എഫേർട്ട് ഒന്ന് വേസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും വിഷയത്തിൽ. കാരണം ഞാൻ തയ്യാറാവുന്ന സമയത്ത് ഈ ഒരുപാട് ആളുകൾ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു ആ സംഭവമൊക്കെ എൻ്റെ ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ എൻ്റെ മറ്റ് പഠനത്തിൻ്റെ പല ഘട്ടങ്ങളിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഫേർട്ടിൻ്റെ ഒരു വിജയമായിട്ട് മാത്രം ഞാൻ ഇതിനെ കാണുകയാണ്, അല്ലാതെ എൻ്റെ മാത്രം വിജയമല്ല എന്ന് മനസ്സിലായി. മക്കളോട് ഇപ്പോൾ എന്താണ് അവരോട് ഇപ്പോൾ ശരിക്കും എങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മളിതിലൂടെ കടന്നു പോകാൻ നല്ലത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ UPSC പഠിക്കാനുള്ള കുറച്ച് ക്വാളിറ്റീസ് ചെറുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഞാനൊരിക്കലും ചെറിയ കുട്ടികളെ കൊണ്ടുപോയിട്ട് കോച്ചിങ്ങിൽ ചേർക്കണം എന്നുള്ളതിനെ ഞാൻ പരമാവധി എതിർക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി കോച്ചിങ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഇനിയൊരു UPSC കോച്ചിങ് കൂടെ അതിൻ്റെ മേലെ കൂടെ വരണം എന്നുള്ളതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ചെറുപ്പത്തിലൊരു വായനാശീലം എന്നുള്ള സംഭവം കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഫൗണ്ടേഷനിലായിട്ടുള്ള ഒരുപാട് കാര്യം. പിന്നെ അതുപോലെ UPSC എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ ഡിസിപ്ലിൻ എന്നുള്ളതായിരിക്കും. അപ്പോൾ ലൈഫിലെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അപ്പോൾ അത് ഇതിന് വലിയ ഫൗണ്ടേഷനിലായിട്ടുള്ള സംഭവം. പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പത്രവായന എന്നുള്ള സംഭവം, കാരണം ജനറൽ നോളേജ് വേണം. അപ്പോൾ അതിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഏതൊരു പത്രത്തിൻ്റെ ഫുള്ള് വായിക്കണമെന്നില്ല, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകളും വായിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഹാബിറ്റ്. അപ്പോൾ ഈ ഹാബിറ്റ്സ് ആവട്ടെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകുക. എളാപ്പുണ്ട് ഇവിടെ, ഇത് എളാപ്പയാണ്. പിന്നെ ആരുള്ളത് ഇവിടെ? പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ സെമിറാക്ക് ഉണ്ട്. സെമിറാക്ക് നമ്മളെ അടുത്ത ഒരു പേര് ഫൈസൽ. നിങ്ങളുടെ പേര്? ഇത് സെമിറാക്ക് നമ്മുടെ കുടുംബമാണ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനാണ്. എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ഉണ്ട്. ഇത് നമ്മൾ സഹായിച്ച ആൾക്കാരാണ്. വീട് കാണിച്ചു തരാൻ വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് ഒന്ന് ചോദിച്ച് നമ്മളതിങ്ങനെ സാധനങ്ങൾ കാണുന്നില്ല, ബ്ലോഗ് കാണാറുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. ഞങ്ങളവിടെ മദ്രസിൽ പരിപാടി ഉണ്ട്, ഇവരെ പരിപാടി അങ്ങോട്ട് പോയിരുന്നു. ഓക്കെ, അവസാനിപ്പിക്കുക. പിന്നെ ഈ സിംപ്ലിസിറ്റി ഇനി ഉണ്ടാവട്ടെ അല്ലേ? വളരെ നിങ്ങളുടെ സിംപ്ലിസിറ്റി ഇനി ഉണ്ടാവട്ടെ. കണ്ടിട്ട് തന്നെ നമുക്കൊരു സന്തോഷം. ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്ത ഒരാള്, എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ചില ആൾക്കാരൊക്കെ ഒന്ന് വെയിറ്റ് ഇടാറുണ്ട്. നമ്മൾ കുറേ കാലം ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊന്നുമില്ല. പഠിച്ചവൻ ഈ അനുഗ്രഹം എന്നും നിലനിർത്തട്ടെ. നാടിന് നന്മയുള്ള, കുടുംബത്തിന് നന്മയുള്ള വലിയൊരു
ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഉയർന്ന ലോകത്തോളം അറിയപ്പെടുന്ന ഒരാളാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു, സഹകരിച്ചതിന് നന്ദി. നന്ദി. അസ്സലാമു അലൈക്കും. താങ്ക് യു. വലൈക്കും സ്ലാം.